അച്ഛനോടൊപ്പം ഞാൻ ആദ്യയെക്കുറിച്ചും പറയും. കാര്യം ആദ്യമാണ് താരം. ഈ പ്രായത്ത് അവൻ്റെ ഷോർട്ട് ഫിലിം ഓർലൻഡോ സെലക്ട് ചെയ്തു, പോയി. അവൻ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കും. എന്ന് വെച്ചാൽ സിനിമയാണ് ജീവിതം, അല്ലെങ്കിൽ സിനിമയെ കൂടെ കൊണ്ടുപോവുക. എന്നാൽ ജയൻ എൻ്റെ പല ഇൻ്റർവ്യൂവിലും ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. താരപ്പകിട്ടിൽ ഇത് ഹാട്രിക്കാണ് ജയൻ. എത്ര തിരക്കാണെങ്കിലും ഊട്ടിച്ചിട്ട് ഞാൻ പിടിക്കും, ഇല്ലെങ്കിൽ ജയൻ വരും. അപ്പോൾ വരുമ്പോഴൊക്കെ അപ്പോൾ പറയും, വീട്ടിൽ ഞങ്ങൾ ഒരുപാട് സിനിമ സംസാരിക്കാറില്ല. അത്തരത്തിലൊരു അന്തരീക്ഷത്തിൽ നിന്നും ആദ്യം ഇത്രത്തോളം എത്തിയപ്പോൾ ഹൗ ഡു യു ഫീൽ? അന്ന് സംസാരിക്കാറില്ലായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് സംസാരിക്കുന്നു, ഇന്ന് സിനിമയാണ് സംസാരിക്കുന്നത് കൂടുതൽ. ജയൻ പറഞ്ഞു, എൻ്റെ ജയന്തി എന്നെ കാണാൻ 1-2 ആൾക്കാർ കഥ പറയാൻ വരുന്നുള്ളൂ. ആദ്യയുടെ സ്ഥിതി അതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇത് മിക്കവാറും അവൻ എന്നെ പെരുന്തച്ഛനാക്കും, അല്ലെങ്കിൽ ഭരതത്തിലെ നെടുമുടിച്ചേട്ടനെ പോലെ എനിക്ക് ഈഗോ ഒക്കെ അടിക്കുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എന്നെ കാണാനായിട്ട് കഥ പറയാൻ 1-2 പേര്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവനും അവൻ്റെ ഗ്യാങ് 12 പേര് 15 പേരൊക്കെ എന്ന് വെച്ചാൽ അവൻ ഡയറക്ടറാണല്ലോ. അപ്പോൾ അവന് ആർട്ട് വേണം, അവൻ്റെ അസിസ്റ്റൻസ്, അവൻ്റെ ക്യാമറ സെക്ഷൻ, ആർട്ടിസ്റ്റുകൾ എല്ലാം വെച്ചിട്ട് 10-15 പേര് എപ്പോഴും സന്നാഹങ്ങൾ കൂടെ നമ്മൾ 2 പേര് കഥ പറയാൻ. അപ്പോൾ പുള്ളിയും തിരക്കാം. വലിയ സന്തോഷമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയന്തി ഈ പറഞ്ഞ പോലെ വെക്കേഷനൊക്കെ ഇങ്ങനെ ബ്രില്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ക്രിയേറ്റീവായിട്ട് അത് വലിയൊരു കാര്യമാണ്.